ഫെങ്ഷുയില അല്ലെങ്കിൽ വാസ്തുവില പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. ഇത് ഫെങ്ഷുയിലും അങ്ങനെ തന്നെയാണ്, വാസ്തുവിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിന് അതിൻ്റെതായിട്ടുള്ള ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് ഇത് വളരെയധികം ഗുണപ്രദമാണ്. സ്ഥാനം തെറ്റിയാലോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒന്ന്, ഭൂമിക്ക് മുകളിൽ ഇതെവിടെ വരാം. രണ്ട്, ഭൂമിക്ക് താഴെ ഇത് ഏത് ദിക്കിൽ വരാം എന്നുള്ളതാണ് മെയിനായിട്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ മുകളിൽ നമ്മളൊരു വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ ആ വാട്ടർ ടാങ്ക് വീടിന്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കേണ്ടതാണ്. അതായത് കന്നിമൂലയിൽ വാട്ടർ ടാങ്ക് വെക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, കന്നിമൂലയിൽ വെള്ളം പാടുണ്ടോ എന്ന് ചോദിക്കും. കന്നിമൂലയിൽ ഭൂമിയിൽ കുഴിയായിട്ട് ഒരു കിണറോ ഒരു ബോർവെല്ലോ ഒരു സമ്പോ ഒരു വേസ്റ്റ് വാട്ടർ ടാങ്കോ ഒരു സെപ്റ്റിക് ടാങ്കോ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു മഴക്കുഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു മീൻ വളർത്തുന്ന കുളമായിട്ടോ ഈ ഭാഗത്ത് കന്നിമൂലയിൽ വെള്ളം വരാൻ പാടില്ല. വീടിന് മുകളിലാണെങ്കിൽ അവിടെ ആകാം, അവിടെ ചെയ്യണം. ഇനി വീടിന്റെ പുറത്ത് കിണർ, ബോർവെൽ, സമ്പ് എന്നിവ ഏത് ഭാഗത്ത് വരാം. ഈ വസ്തുവിന്റെ ഈശാനകോണം എന്ന് പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാര്യമുണ്ടാവും. വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന് കുഴിഞ്ഞ് അവിടെ വെള്ളവുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ സമ്പത്ത് നിൽക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പൊ അത് വെള്ളത്തിന്റെ രണ്ട് സ്ഥലങ്ങളാണ്. ഇനി ഫെങ്ഷു പ്രകാരം ഈസ്റ്റും നോർത്തും നമുക്ക് വെള്ളം ആകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ വെള്ളത്തിന്റെ ഡയറക്ഷനായിട്ട് പറയുന്നത് നോർത്ത് ഡയറക്ഷനാണ്. അപ്പൊ നോർത്തിൽ നമുക്ക് വെള്ളം വയ്ക്കാം. അതുപോലെ തന്നെ ഈസ്റ്റിലും വെള്ളം വയ്ക്കാം. ഈസ്റ്റിൽ എന്തുകൊണ്ട് വെള്ളം വയ്ക്കാം എന്ന് പറയുന്നത് അവിടുത്തെ എലമെന്റ് വുഡ് എലമെന്റ് ആണ്. അപ്പൊ വുഡ് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതുകൊണ്ട് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വെള്ളം വയ്ക്കാം. അപ്പോൾ വെള്ളത്തിന്റെ സംഭവങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി ഫെങ്ഷു പ്രകാരം സൗത്തിലെ എനർജി എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. അപ്പൊ നിങ്ങൾ സൗത്തിൽ കൊണ്ടുപോയി ഒരു അക്വേറിയമോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു പൂളോ നിങ്ങൾ പണിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഇനി സെപ്റ്റിക് ടാങ്ക്, തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് പണിയുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സമ്പ് പണിയുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി ചെയ്യുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബോർവെൽ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ കടബാധ്യതകൾക്കും ഇത് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ഈ ഭാഗത്ത് പാടില്ല. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. തൊഴിൽപരമായി നേട്ടത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ടൂൾ വയ്ക്കാം. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ബുദ്ധ നമുക്ക് നോർത്തിൽ വെക്കാം. എന്തിനാണ്? തൊഴിലിന്. ഡ്രാഗന്റെ ഹെഡാണ്, ടോർട്ടോയിസിന്റെ മുകളിൽ ഒരു ലാഫിൻ ബുദ്ധ ഇരിക്കുന്നു. ഇത് നോർത്ത്, ലിവിംഗ് റൂമിന്റെ നോർത്ത് ഡയറക്ഷൻസിൽ വെക്കാം. അടുത്ത നമുക്ക് അവിടെ നോർത്തിൽ തന്നെ വെക്കാവുന്ന തൊഴിലിനുള്ള മറ്റൊരു സ്റ്റാച്യു ആണ് അരോന മത്സ്യം. അതുപോലെ നമുക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു സ്റ്റാച്യു ആണ് ഡ്രാഗൺ ടോർട്ടോയിസ്. ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയിസിന്റെ ബോഡിയും കൂടെ ഉള്ള ഒരു സ്റ്റാച്യു നമുക്ക് അവിടെ വെക്കാം. അതുപോലെ നമുക്ക് വീടിന്റെ നോർത്ത് ഭാഗത്ത് ഔട്ട്സൈഡിൽ ചെയ്യാവുന്ന ഒരു ടൂളാണ് 6 റോഡ് വിൻഡ് ചെയിൻ. 6 റോഡ് വിൻഡ് ചെയിൻ വെക്കുന്നതും നല്ലൊരു പരിഹാരമായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.